ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്ന് കുമ്പിളപ്പം അഥവാ ചക്കയട ഉണ്ടാക്കാം. കോട്ടയം ജില്ലയിൽ പൊതുവെ കുമ്പിളപ്പം എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ അവിടെ എറണാകുളത്തൊക്കെ പൊതുവെ പറയാറ് ചക്കയട എന്ന് തന്നെയാണ് പറയാറ്. അതിനു വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ചക്ക നന്നായി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കൂവച്ചക്കയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്ക എടുത്തപ്പോൾ തന്നെ ഒരു തരം ഇതായിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ അരിഞ്ഞെടുക്കേണ്ടതൊന്നും ആവശ്യം വന്നില്ല. വരിക്കുകയാണെങ്കിൽ സാധാരണ ചക്ക നല്ല രീതിയിൽ അരിഞ്ഞൊക്കെ എടുക്കും. ഇതിപ്പോൾ അരിഞ്ഞെടുക്കേണ്ടതൊന്നും ആവശ്യം വന്നില്ല. കൂവച്ചക്ക ആയതുകൊണ്ട് ഒരു പേസ്റ്റ് രീതി തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തു. അതിനുശേഷം ഞാനിവിടെ ശർക്കര പാനി ഉണ്ടാക്കാം. ചക്ക വരട്ടാൻ വേണ്ടിയാണ്. ഈ ചക്ക ഇങ്ങനെ വരട്ടി നമ്മൾ മുൻകൂട്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചക്ക കൊണ്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അലുവയാണെങ്കിലും 4 മണി പലഹാരങ്ങളാണെങ്കിലും ഒക്കെ. ഇവിടെ ഇപ്പം ഞാൻ ചക്കയുടെ തന്നെയാണ്. ഞാനിപ്പോൾ വരട്ടിയെടുത്ത് മുൻകൂട്ടി വെക്കാനൊന്നുമില്ല. കുറച്ചും ചക്ക ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചക്കയിടയ്ക്ക് തന്നെ ഉപയോഗിക്കുവാണ്. ഈ ചക്ക ഇങ്ങനെ വരട്ടി നമ്മൾ വെള്ളമൊന്നും ചാടാണ്ട് നല്ല പാത്രത്തിൽ എയറൊന്നും കയറാണ്ട് അടച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും, ചൂട് കാറിക്കഴിഞ്ഞ ശേഷം എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. എയറൊന്നും കയറാണ്ട് നല്ല പാത്രത്തിൽ വേണം അടച്ചെടുത്ത് വയ്ക്കാൻ. ശർക്കരപ്പാനി നന്നായി പറ്റി ഒരു പശയുടെ ടൈപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് ചക്ക ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇളക്കി കൊടുത്ത് നന്നായി ചക്ക വേവിച്ചെടുക്കണം. ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ ചക്ക വരട്ടാൻ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് വരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ടേസ്റ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടി നമുക്കൊരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടെടുത്ത ശേഷം അതുപോലെ തന്നെ നമുക്ക് ഈ വരട്ടുന്നതിനൊരു ഫ്ലേവറൊക്കെ, ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ കുറച്ചും കൂടി വരാൻ വേണ്ടി നമുക്ക് ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ചക്ക നന്നായി വെന്ത് വെള്ളമൊക്കെ പറ്റി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഏലക്കയും ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. ചക്ക വരട്ടിയത് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ചൂടൊക്കെ ആറട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അതിനു വേണ്ടിയുള്ള പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടത്, ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 2 ഗ്ലാസ് ചെറിയ 2 ഗ്ലാസ് ആട്ടപ്പൊടിയും അതിൻ്റെ ഒപ്പം തന്നെ 1/2 ഗ്ലാസ് റവയുമാണ് എടുക്കുന്നത്. വറുത്ത റവയാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇടുന്നുണ്ട്. ഇവയെ 3 കൂടി കൂട്ടി നന്നായി മിക്സ് ചെയ്തു. എനിക്ക് ആട്ട അല്ലെങ്കിൽ മൈദ മാത്രം ഇട്ട് അട ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം കുറച്ച് റവയും കൂടി മിക്സ് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആകാണ്ട് ഇച്ചിരിയും കൂടി ഒരു കട്ടിക്കിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര അലുവ പോലെ തന്നെ സോഫ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര സോഫ്റ്റ് ആവുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി വെച്ചത് ഞാനൊരു
ഈ എടുത്തുക്കണ പൊടിക്ക് ആവശ്യത്തിനും പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് തേങ്ങ എന്തോരിട്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ തേങ്ങ ഒത്തിരി അങ്ങനെ ഇടാനില്ലാത്തത് കൊണ്ട് പിന്നെ ചിരണ്ടി എടുക്കാനൊക്കെ പാടായതുകൊണ്ട് അതിനനുസരിച്ച് തേങ്ങ ഇടാം. തേങ്ങ എന്തോരിട്ടാലും അതിനനുസരിച്ച് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഞാൻ ഈ പൊടിക്ക് ആവശ്യത്തിന് അറിയാൻ പാകത്തിന് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ പൊടി എടുത്തത് എന്തോരം പൊടിയാണോ എടുത്തത് അതിനനുസരിച്ച് നമുക്ക് ചക്ക വരട്ടി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊഴിക്കേണ്ട ആവശ്യമില്ല. ചക്ക വരട്ടിയതിൻ്റെ ആ നനവിൽ തന്നെ ഈ പൊടി മിക്സ് ആയിക്കോളും. അഥവാ നിങ്ങൾക്ക് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാവുന്നതാണ്. ആദ്യം കൊണ്ടുപോയി വെള്ളം ഒഴിക്കരുത്. കാരണം ശർക്കരയും ചക്കയും വരട്ടി വെച്ചിരിക്കുന്നതിൽ നനവുണ്ട്. നമ്മൾ എത്ര വരട്ടിയെന്ന് പറഞ്ഞാലും അപ്പം അത് തന്നെ ധാരാളമാണ്. ഈ നമ്മൾ എടുക്കുന്ന പൊടി അതിനനുസരിച്ചാണ്. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇനി അഥവാ വെള്ളം കുറഞ്ഞു പോയെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പൊടിക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ കൊത്തെടുത്ത് വറുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ തേങ്ങാക്കൊത്തി എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ല വെളിച്ചെണ്ണയിലേക്കിട്ട് ഒരു റെഡിഷ് ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. അത് ഈ വറുത്ത തേങ്ങയും ആ എണ്ണയും കൂടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചും കൊടുക്കാം. അടയ്ക്ക് തേങ്ങാക്കൊത്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. തേങ്ങാക്കൊത്ത് ഓപ്ഷനാണ്. എനിക്ക് തേങ്ങാക്കൊത്ത് ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് ഉപയോഗിക്കുന്നു. ഞാൻ എപ്പോൾ ചക്കയട ഉണ്ടാക്കിയാലും തേങ്ങാക്കൊത്ത് ഇങ്ങനെ വറുത്തിടാറുണ്ട്. അത് നമുക്ക് അട കഴിക്കാൻ നേരത്ത് ഈ തേങ്ങാക്കൊത്ത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങക്കൊത്ത് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇടനേല എടുത്ത് കുമ്പിൾ കൊത്താം. എല്ലാവർക്കും കുമ്പിൾ കൊത്താനൊക്കെ അറിയായിരിക്കാം. എന്നാലും ഒന്ന് കാണിച്ചു തരാം. ഇലയെടുത്ത് ഇതുപോലെ മടക്കി വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് ചേർത്തത് ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആവിപാത്രത്തിലേക്ക് ഇടിയപ്പം ചെമ്പ്, ഇടിയപ്പ പാത്രം, ആവിപാത്രം അങ്ങനത്തെ ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. 10-15 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കുമ്പിളപ്പം റെഡിയായി കാണും.
നമ്മുടെ കുമ്പിളപ്പം കഴിക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ പോയി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.